പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, അഖണ്ഡ ആരാധനയോടെ 27ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കുവാനായിട്ട് നിരയായി പൊക്കൊണ്ടിരുന്ന ആളുകളെ നോക്കി ദേവാലയത്തിലിരുന്ന ഒരു ചെറുപ്പ കാലഘട്ടം നമുക്ക് എല്ലാവർക്കുമില്ലേ? ഇടവക വൈദികരും സിസ്റ്റേഴ്സും മതാധ്യാപകരും നമ്മുടെ ആദ്യ കുർബാന സ്വീകരണത്തിന് വേണ്ടി ഒരുക്കിയ ദിനങ്ങൾ നമ്മുടെയൊക്കെ മനസ്സുകളിലില്ലേ? എന്ത് ആഗ്രഹത്തോടു കൂടിയാണ്, എന്ത് തീഷ്ണതയോടു കൂടിയാണ്, എന്ത് ഉത്സാഹത്തോടു കൂടിയാണ്, എന്ത് കൊതിയോടുകൂടിയാണ് നമ്മൾ ആ ദിവസം ദേവാലയത്തിലേക്ക് കടന്നു വന്നത്. എന്ത് ആഗ്രഹത്തോടു കൂടിയും എന്ത് കൊതിയോടും കൂടി നമ്മൾ ആ ദിവ്യകാരുണ്യ ഈശോയെ നമ്മുടെ നാവുകളിൽ സ്വീകരിച്ചു. ഇതൊക്കെ നമ്മുടെ മനസ്സുകളിലില്ലേ? നമ്മുടെ ശരീരം വളർന്നതോടുകൂടി ഈ ആഗ്രഹവും ഈ സ്നേഹവും ഈ കൊതിയും ഈ ഉത്സാഹവും ഒക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലും വളരേണ്ടതായിരുന്നു. പക്ഷേ എപ്പോഴോ എങ്ങനെയോ ഈ ഒരു വളർച്ച, ദിവ്യഗാനത്തോടുള്ള ഈ സ്നേഹവും കൊതിയും ഈ ഉത്സാഹവും എങ്ങനെയോ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഓരോ ദിവ്യ ബലിയർപ്പണവും നമ്മുടെ ആദ്യ ബലിയർപ്പണം പോലെ ആയിരിക്കട്ടെ. ഓരോ ദിവ്യ ബലിയർപ്പണവും നമ്മുടെ അന്ത്യ ബലിയർപ്പണം പോലെ ആയിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ സ്വീകരിക്കുന്നതും ഇതേ മനോഭാവത്തോടുകൂടി ആകട്ടെ. ഇതിന്റെ ആദ്യ ദിവ്യകാരുണ്യ സ്വീകരണം പോലെ, ഇതിന്റെ അവസാനത്തെ ദിവ്യകാരുണ്യ സ്വീകരണം പോലെ ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ മനസ്സുകളിലേക്ക്, നമ്മുടെ നാവുകളിലേക്ക് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ആ സ്നേഹത്തില്, ആ ആഴമായ വിശ്വാസത്തില്, ഉത്സാഹത്തില്, കൃതിയില് നമുക്ക് ഓരോ ദിവസവും ജീവിക്കാൻ സാധിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തെളിയാത്ത പാതകളിൽ